പോകാം. പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, മുൻ ചെയർപേഴ്സൺ പ്രിയ അജയൻ എന്നിവരുമായി കോൺഗ്രസ് ചർച്ച നടത്തിയെന്ന് വി.കെ. ശ്രീകണ്ഠൻ എം.പി. ബി.ജെ.പി. വിട്ട് വർഗീയത ഒഴിവാക്കി വന്നാൽ കോൺഗ്രസ് സ്വീകരിക്കാമെന്ന് ഇരുവരോടും പറഞ്ഞു. സ്വന്തം കുടുംബത്തിലെ ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നവരാണ് പാലക്കാട്ടെ ബി.ജെ.പി. നേതാക്കളെന്നും വി.കെ. ശ്രീകണ്ഠൻ പറഞ്ഞു. ബി.ജെ.പിയിൽ നിന്നും അഭിപ്രായ വ്യത്യാസമുള്ള ആളുകൾ, അവരുടെ അസംതൃപ്തരായ ആളുകളെ അവരുമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്, കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അവരെ ബി.ജെ.പി. വിട്ടുവരാൻ തയ്യാറാണെങ്കിൽ, വർഗീയ നിലപാടുകൾ മാറ്റാൻ തയ്യാറാണെങ്കിൽ, ബി.ജെ.പിയുടെ ആശയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും എന്ന് ഞങ്ങൾ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ രണ്ടുപേരുടെ കാര്യത്തിലും ഞങ്ങൾ തയ്യാറാണ്, ഇപ്പോഴും തയ്യാറാണ്. സ്വന്തം കുടുംബത്തിലെ ഒരംഗത്തിൻ്റെ വോട്ട് വെട്ടിമാറ്റാൻ വേണ്ടി കുൽസിതമായ നിയമവിരുദ്ധമായ പ്രവർത്തനം നടത്തിയ ആളാണ്. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ്, പാലക്കാട് ബി.ജെ.പിയിൽ ആഭ്യന്തര കലഹം അതിരൂക്ഷമാണ്. അപ്പോൾ അസംതൃപ്തരായ ആളുകളെ പാളയത്തിലെത്തിക്കാനുള്ള നീക്കം കോൺഗ്രസ് സജീവമായി തന്നെ നടത്തുകയാണോ? ദിവ്യ, അത്തരമൊരു ശ്രമം നടത്തിയെന്ന് പറയുകയാണ്. അതിന് രണ്ട് ഉപാധികളാണ് അവർ വെക്കുന്നത്. ഒന്ന്, ബി.ജെ.പി. വിട്ടുവരണം, മറ്റൊന്ന് വർഗീയത ഉപേക്ഷിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ബി.ജെ.പിയിൽ അസംതൃപ്തർക്ക് കോൺഗ്രസിലേക്ക് സ്വാഗതമെന്നാണ് വി.കെ. ശ്രീകണ്ഠൻ എം.പി. പറയുന്നത്. മുൻ നഗരസഭാ ചെയർപേഴ്സൺ പ്രിയ അജയൻ അവർ കൈപ്പേറിയ അനുഭവങ്ങൾ തനിക്കുണ്ടായി, അതുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നിർത്തുന്നു, കൂടെ നിന്നവർ തന്നെ ചതിച്ചു തുടങ്ങിയ കാര്യങ്ങളായിരുന്നു പറഞ്ഞത്, അതുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. മറ്റൊന്ന്, നിലവിലെ ചെയർപേഴ്സണായ പ്രമീള ശശിധരനാണ്. ഇവർ തനിക്ക് ഈ വലിയ ഒരു പരാതി ഉണ്ട്, അത് ഒരു വിഭാഗം നേതാക്കൾക്ക് മാത്രമാണ് പാലക്കാട്ടെ ബി.ജെ.പിയിൽ പ്രാധാന്യമെന്നും ഏകപക്ഷീയമായി കൃഷ്ണകുമാർ വിഭാഗം പാർട്ടി പിടിക്കാനായി ഒരു ഏകപക്ഷീയ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കി എന്ന് പറഞ്ഞിരുന്നു. അത് പരസ്യമായി തന്നെ പറയുകയും ചെയ്തു. ഈ രണ്ടു പേർക്കും ബി.ജെ.പിയോടുള്ള അമർഷം അത് മുതലാക്കിക്കൊണ്ട് ഈ തങ്ങൾക്ക് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ കോൺഗ്രസ് സ്വാഭാവികമായും ശ്രമിക്കും. അതിന്റെ ഭാഗമായാണ് ചർച്ച നടത്തിയത്. എന്നാൽ അവർ പാർട്ടി വിട്ടുവരാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇത്തരം വലിയ ബി.ജെ.പിയുടെ വക്താവായിരുന്നു സന്ദീപ് വാര്യർ. ആ സന്ദീപ് വാര്യർ ഈ തങ്ങളോടൊപ്പം മതേതര ചേരിയിൽ ഇപ്പോൾ ചേർന്ന് നിൽക്കുന്നുണ്ട്. ആ രീതിയിൽ ഈ പ്രയാജനെയും പ്രമീള ശശിധരനെയും ഈ തങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഈ മുൻ ചെയർപേഴ്സണും ഉൾപ്പെടെ വരികയാണെങ്കിൽ അത് ബി.ജെ.പിക്ക് ഈ നിലവിലെ സാഹചര്യത്തിൽ വലിയ തിരിച്ചടിയാകും എന്നതിൽ സംശയമില്ല. അത്തരം ചർച്ചകൾ ഗൗരവമായി തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, മിനി കൃഷ്ണകുമാറിനെ ലക്ഷ്യം വെച്ചാണ് ഈ വി.കെ. ശ്രീകണ്ഠൻ പറഞ്ഞത്. ഈ കൃഷ്ണകുമാറിന്റെ ഭാര്യയും നിലവിലെ സ്ഥാനാർത്ഥിയും ഈ നിലവിൽ തന്നെ ഈ നഗരസഭയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ മിനി കൃഷ്ണകുമാർ സ്വന്തം ഈ സഹോദരിയുടെ അനിയത്തിയുടെ ഈ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടാൻ വേണ്ടി ശ്രമം നടത്തി, ഹൈക്കോടതിയിൽ പോയി തിരിച്ചടി നേരിട്ടു തുടങ്ങിയ കാര്യങ്ങളും അദ്ദേഹം വിശദീകരിച്ചു. ഈ ബി.ജെ.പിയുടെ ഈ ആഭ്യന്തര കലഹം അതിരൂക്ഷമായി തന്നെ തുടരുകയാണെന്നും കോൺഗ്രസ് മുൻകാലങ്ങളെ അപേക്ഷിച്ച് വലിയ ഐക്യത്തോടുകൂടി പോവുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഈ 53 നഗരസഭാ വാർഡുകളിൽ 50 എണ്ണത്തിനും യു.ഡി.എഫിലും കോൺഗ്രസിലും വലിയ പ്രശ്നങ്ങളില്ല. എന്നാൽ 3 ഇടത്ത് കോൺഗ്രസിന് വിമതന്മാർ ഉണ്ട്. അത് കാര്യമായി ബാധിക്കില്ല. അത് പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് ഈ നോമിനേഷൻ പിൻവലിക്കുന്നതിന് മുൻപ് ഒരു തീരുമാനത്തിലെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ കൂടിയാണ് വി.കെ. ശ്രീകണ്ഠൻ പങ്കുവെക്കുന്നത്. ദിവ്യ.